രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. എഴുത്തച്ഛൻ്റെ കിളിമകൾ അധ്യാത്മരാമായണം നമുക്ക് പാടിത്തരുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, വ്യക്തമായി പറഞ്ഞാൽ കർക്കടകം 1 മുതൽ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വാമദേവൻ എന്നു പേരായ ഋഷി അയോധ്യയിലുള്ള ജനങ്ങളെ രാമസീതാതത്വം ഉപദേശിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കുന്ന ഭാഗത്താണ് ഇന്നലെ നമ്മുടെ ചർച്ച നാം സമർപ്പിച്ചത്. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോകുന്നു എന്ന വൃത്താന്തം വളരെ കുറച്ച് ആളുകളെ അറിഞ്ഞിട്ടുള്ളൂ, കൊട്ടാരവുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ. ആ വാർത്ത ഇങ്ങനെ നാലുപാടും വ്യാപിച്ചു വരികയാണ്. അറിഞ്ഞവർ വളരെയേറെ വേദനിക്കുന്നു, അവർ കരയുന്നു. അടുത്ത പുലരിയിലെ രാമാഭിഷേകം എന്ന പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടിയിട്ട് അവർ ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. എല്ലാം ഇതാ കൈവിട്ടു പോകുന്നു. അങ്ങനെ കരയുന്ന ആ നാട്ടുകാർക്ക് രാമന്റെ തത്വം എന്താണ് എന്ന് ഋഷിയായ വാമദേവൻ ഉപദേശിക്കുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് കേൾക്കുന്നത്. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാം ആദിനാരായണൻ, ലക്ഷ്മണനായത് അനന്തൻ, ജനകജ ലക്ഷ്മീ ഭഗവതി ലോകമായാപര. ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ്, സീത ലക്ഷ്മീ ഭഗവതിയാണ്, ലക്ഷ്മണൻ അനന്തനാണ്. ശ്രീരാമചന്ദ്രൻ ആ ആദിനാരായണൻ അനേകം തവണ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അധർമ്മത്തെ ദൂരീകരിച്ചിട്ട് ധർമ്മത്തിന്റെ ബന്ധാവിലൂടെ ലോകത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ വേഷങ്ങൾ കൈക്കൊണ്ട്, രൂപങ്ങൾ കൈക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ട്. അതാണ് അവതാരം. അത് അദ്ദേഹം ലോകരക്ഷ എന്നുള്ളതായ ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയും ചെയ്യുന്നതാണ്. അങ്ങനെ അനേകം സംഭവങ്ങൾ. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതായ ബ്രഹ്മാവ് ഈ നാരായണൻ തന്നെ, രക്ഷിക്കുന്നവൻ ഈ നാരായണൻ തന്നെ, അതേപോലെ സംഹരിക്കുന്നവനായ രുദ്രൻ വേറെ ആരുമല്ല, ഈ നാരായണൻ തന്നെ. ഈ നാരായണൻ ലോകത്തെ കാലാകാലങ്ങളിൽ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേധാവിനാക്കിക്കൊടുത്തത് ഈ രാഘവൻ. പണ്ട് ഹയഗ്രീവൻ എന്നു പേരായ അസുരൻ, കുതിരയുടെ കഴുത്താണ് അയാൾക്ക്. ആ അസുരൻ വളരെ ശക്തനായിരുന്നു, ദേവന്മാരെ എല്ലാം തോൽപ്പിച്ച വിദ്വാനാണ്. അയാള് ബ്രഹ്മാവിന്റെ
മുഖങ്ങളിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയി സമുദ്രത്തിൽ ഒളിച്ചു. ഭഗവാൻ ആ ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തിരിച്ചു നൽകി. അത് കഴിഞ്ഞിട്ടോ പാലാഴിമഥനം നടക്കുന്ന അവസരത്തിൽ നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ. പാലാഴിമഥനം നടക്കുന്ന അവസരത്തിൽ ആ മന്ദരപർവ്വതം ഇങ്ങനെ കടലിൽ താഴാൻ തുടങ്ങി. ഭാരിച്ച പർവ്വതമാണ്. അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു സംവിധാനം അവിടെ ഇല്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വളരെ കഠോരമായ പുറന്തോടുകൂടിയ ഒരു ആമയുടെ രൂപം ധരിച്ചിട്ട് തൻ്റെ മുതുകല്ലിൽ ആ മന്ദരപർവ്വതത്തെ താങ്ങി ഉയർത്തി നിർത്തി. അങ്ങനെ ആ പാലാഴിമഥനത്തെ അദ്ദേഹം വിജയപ്രദമാക്കി തീർത്തു. പിന്നെയോ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ഗൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് ഹിരണ്യാക്ഷൻ എന്നിവരായ അസുരൻ ഈ ലോകത്തെ മുഴുവൻ പല പ്രകാരത്തിൽ ഉപദ്രവിച്ച് ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമാക്കി തീർത്തപ്പോൾ ഭൂമിയെ എടുത്തുകൊണ്ട് സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു എന്ന് അതിനെ ആലങ്കാരികമായി പറയും. അപ്പോൾ ഭഗവാൻ മഹാവരാഹമായിട്ട് അവതരിച്ചിട്ട് തൻ്റെ തേറ്റ കൊണ്ട് ആ ഹിരണ്യാക്ഷനെ സംഹരിച്ച് തേറ്റയുടെ പുറത്ത് ഈ ഭൂമിയെ ഉയർത്തി യഥാസ്ഥാനത്ത് നിർത്തി ഭൂമിയിലെ ജീവിതം എല്ലാവർക്കും സുഖകരമാക്കി മാറ്റി. ആ അസുരന്റെ ഉപദ്രവത്തിൽ നിന്നിട്ട് ലോകത്തെ മുഴുവൻ അദ്ദേഹം രക്ഷിച്ചു. ഇതെല്ലാം ചെയ്തത് ഈ രാഘവനാണ് എന്നറിഞ്ഞുകൊള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യ ബാലകനല്ല രാമൻ എന്നറിഞ്ഞുകൊള്ളൂ. എന്ന് മാത്രമല്ല, നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ. ലോകത്തെ ഏതൊരു വിപത്തിൽ നിന്നും രക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം സമർത്ഥനായിരിക്കുന്ന ഈ നാരായണൻ, ലക്ഷ്മിയുടെ വരൻ ഈ നാരായണൻ, പണ്ടൊരു കാലത്ത് കൃതയുഗത്തില് ആ ഹിരണ്യാക്ഷൻ, നേരത്തെ ഹിരണ്യാക്ഷന്റെ കാര്യം പറഞ്ഞു, ആ ഹിരണ്യാക്ഷന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹിരണ്യകശിപു തന്റെ അപ്രതിമമായിരിക്കുന്ന കരുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ ഉപദ്രവിച്ച് തകർത്ത് എല്ലാവരും തന്നെ തന്നെ ഈശ്വരനായി ആദരിച്ചു കൊള്ളണം എന്ന കൽപ്പനയും പുറപ്പെടുവിച്ച് ഹിരണ്യായ നമ എന്ന് ഏവരും ജപിച്ചു കൊള്ളണം എന്ന കൽപ്പനയും പുറപ്പെടുവിച്ച് ലോകത്തെ ഹിംസിക്കുമ്പോൾ ആ ഹിരണ്യ കശിപുവിന് തന്നെ ഒരു പുത്രൻ ജനിച്ചു, പ്രഹ്ലാദൻ എന്നു പേരായിട്ട്, പരമഭക്തനായിട്ട്. ആ പ്രഹ്ലാദനെപ്പോലും ഈ ഹിരണ്യകശിപു നാരായണ ഭക്തനാകൊണ്ട് കൊല്ലാൻ പുറപ്പെട്ടപ്പോ തൂണു പിളർന്ന് ആലറിക്കൊണ്ട് ചാടി വീണ് ആ ഹിരണ്യകശിപുവിനെ നരസിംഹരൂപമായിട്ട് ആ ഹിരണ്യകശിപുവിനെ പിടിച്ച് തന്റെ മടിയിൽ കിടത്തിയിട്ട് തന്റെ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് വലിച്ച് പിളർന്ന് സംഹരിച്ച് ലോകത്തെ രക്ഷിച്ചതും പ്രഹ്ലാദനെ രക്ഷിച്ചതും അനുഗ്രഹിച്ചതും ഈ നാരായണൻ തന്നെയാണ്, ഈ രാമകുമാരൻ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊള്ളൂ. ഈ രാമന്റെ ചരിത്രം അത് ഇതിഹാസ പുരാണങ്ങളിലൂടെ ലഭ്യമാണ്. അത് അദ്ഭുതകരമാണ് എന്നറിഞ്ഞുകൊള്ളുക. ഇദ്ദേഹം ഇന്ദ്രന്റെ അനുജനായിട്ട് കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായിട്ട് വാമനനായിട്ട് ജനിച്ചു. ഈ ലോകത്തെ രണ്ടടി കൊണ്ടളന്ന് മൂന്നാമതൊരടി വെക്കാനായിട്ട് ഇടമില്ലാതെ വന്നപ്പോ തനിക്ക് 3 അടി മണ്ണ് ദാനം ചെയ്ത മഹാബലിയോട് ചോദിച്ചു, എവിടെ മൂന്നാമത്തെ പാദം വെച്ചളക്കുവാനുള്ളതായ സ്ഥലം? മഹാബലി പറഞ്ഞു, എന്റെ ശിരസിൽ തന്നെയാകട്ടെ എന്ന്. അങ്ങനെ ബലിയെ സുതലത്തിലേക്ക് അയച്ചു. ബലി ആഗ്രഹിച്ചത് ഇന്ദ്രപട്ടമാണ്. ആ അനുഗ്രഹം ബലിക്ക് കൊടുത്തു. സുതലത്തിൽ പോയി അടുത്ത മന്വന്തരം വരെ അങ്ങ് സുഖമായി ആനന്ദത്തോടുകൂടി ചക്രവർത്തിയായി കഴിയുക. അങ്ങയുടെ ബന്ധുജനങ്ങളെല്ലാം കൂടെ ഉണ്ടാകും. ഞാൻ തന്നെ ദ്വാരപാലകനായിട്ട് ഗദയുമേന്തി അങ്ങയുടെ കൊട്ടാരത്തിന്റെ മുന്നിൽ കാവല് നിൽക്കും. അങ്ങയ്ക്ക് ഇന്ദ്രപട്ടം തരും ഞാൻ അടുത്ത
മന്വന്തരത്തിൽ. അതുവരെ അങ്ങ് അവിടെ കഴിയുക. അങ്ങനെ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപ്പട്ടവും അദ്ദേഹത്തിന് നൽകി. ഇതെല്ലാം ചെയ്തത് ഈ രാമൻ തന്നെയാണെന്നറിഞ്ഞുകൊള്ളൂ. ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. അങ്ങനെ 3 ലോകങ്ങളും അളന്നു നിൽക്കുന്ന ആ മഹാരൂപത്തോടുകൂടിയ, വലിപ്പമേറിയ രൂപത്തോടുകൂടിയ വാമനൻ അറിയപ്പെടുന്നത് ത്രിവിക്രമൻ എന്നാണ്. ആ ത്രിവിക്രമനും ഇവൻ തന്നെയാണെന്നറിയുക. ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ഭൃഗു മഹർഷിയുടെ വംശത്തിൽ ജമദഗ്നിയുടെ പുത്രനായിട്ട് ഭാർഗവനായിട്ട് പിറന്ന് ഈ ഭൂമിയിൽ രാക്ഷസീയമായ ഭരണം ക്ഷത്രിയന്മാർ നടത്തുന്ന അവസരത്തിൽ രാക്ഷസന്മാർ തന്നെ, അസുരന്മാർ തന്നെ ക്ഷത്രിയ കുടുംബങ്ങളിൽ പിറന്ന് ആ അസുര സ്വഭാവത്തിന് ഒരു മാറ്റവും വരാതെ ആസുരീകമായിട്ടുള്ള ഉപദ്രവം നിരന്തരം ലോകത്തിന് ചെയ്തപ്പോൾ അവരെല്ലാം സംഹരിച്ചു. പരശുരാമനായിട്ട്, ജമദഗ്നിയുടെ പുത്രനായിട്ട് ഈ രാമൻ എന്നറിഞ്ഞുകൊള്ളൂ. അങ്ങനെയുള്ള ഈ രാമൻ ഇപ്പോ ദശരഥനും അതേപോലെ തന്നെ കൗസല്യയ്ക്കും മകനായി അവതരിച്ചിരിക്കുന്നു. മുജന്മത്തിൽ അവർ ചെയ്തിരിക്കുന്നതായ തപസ്സിന്റെ ഫലമായിട്ടാണ് ആ അവതാരം. അതിന് അനേക കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ സുപ്രധാനം ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ദേവഹിതാർത്ഥം ഗമിക്കുന്നു ഇന്ന്. അവൻ കാനനത്തിലേക്ക് ദേവന്മാരുടെ ഹിതത്തിനു വേണ്ടിയിട്ട് ഗമിക്കുന്നു, യാത്ര ചെയ്യുന്നു. എന്തിനു വേണ്ടി? ലോക നന്മയ്ക്ക് വേണ്ടി, ദേവന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. അതിന്റെ കാരണം മന്ധരയല്ല, കൈകേയിയല്ല. ആരും ഭ്രമിക്കായിക, രാജാവുമല്ലല്ലോ. രാമൻ കാനനത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ദേവഹിതമാണ്. അതല്ലാതെ അതിന് കാരണം മന്ധരയല്ല, കൈകേയിയല്ല, രാജാവുമല്ല. അവരെല്ലാം കേവലം അതിനുള്ള ഒരു നിമിത്തം മാത്രം. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ. ഇന്നലെ ആരും അറിഞ്ഞില്ല. നാരദ മഹർഷി രാമന്റെ സമീപത്ത് വന്നു, രാമന്റെ കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹത്തോട് ദേവന്മാരുടെ സന്ദേശം അറിയിച്ചു. അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഇന്ന് പട്ടാഭിഷേകം പുലരുമ്പോ എന്ന് ദേവന്മാരറിയുന്നതോട് ഉത്കണ്ഠയാൽ നാരദനെ ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ നാരദനോട് രാമൻ തന്നെ പറഞ്ഞു, ഞാന് നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും. രാക്ഷസ വംശത്തെ മുഴുവൻ ഒടുക്കി അവർക്കും മോക്ഷത്തിനുള്ളതായ വഴി ഒരുക്കി ഈ ലോകത്തിന് മുഴുവൻ ശാന്തിയെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടും. ദേവന്മാരാരും ഭയക്കേണ്ട കാര്യമില്ല, എൻ്റെ വാക്കിനൊരു വ്യത്യാസവും വരില്ല. രാമൻ 2 വാക്ക് പറയില്ല, ഒറ്റ വാക്കേ പറയൂ. പറഞ്ഞത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് അല്ലയോ സജ്ജനങ്ങളെ, രാമനെ ചിന്തിച്ച് ദുഃഖിയായികാരുമേ. രാമനൊരു മനുഷ്യനാണ് എന്ന് ധരിച്ചിട്ട്, രാജകുമാരൻ മാത്രമാണെന്ന് ധരിച്ചിട്ട് ഇവിടെ നടന്ന ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. രാമൻ ലോകഹിതാർത്ഥം പോവാണ്. രാമന് യാതൊരു ദുഃഖവുമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് രാമൻ വന്നത്, അവതരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? രാമരാമേതി ജപിപ്പിനെല്ലാവരും, എല്ലാവരും രാമ 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 എന്ന് ജപിച്ചുകൊള്ളൂ. താരകമന്ത്രമാണത്. ഏതൊരു വിപത്തിൽ നിന്നിട്ടും ജപിക്കുന്ന ഭക്തജനങ്ങളെ സമ്പൂർണമായിട്ടും മോചിപ്പിക്കുന്നതായ മന്ത്രമാണത്. അതുകൊണ്ട് നിത്യവും നിങ്ങൾ രാമ 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 എന്ന് ജപിച്ചുകൊള്ളൂ. ആരാണോ ഇങ്ങനെ എന്നും ജപിക്കുന്നത് അങ്ങനെയുള്ള മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ഒരിക്കലും മൃത്യു ഭയം തുടങ്ങിയ യാതൊന്നും തന്നെ മൃത്യുഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരു പ്രകാരത്തിലുള്ള ഭയം ഉണ്ടാവില്ല. അവര് മരണത്തിൽ നിന്ന് തന്നെ വിമുക്തരായി തീരും. എനിക്ക് മരണമില്ല എന്ന പ്രത്യക്ഷമായ അനുഭവം രാമ 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 എന്ന് നിത്യവും ജപിക്കുന്ന ആളുകൾക്ക് കൈവന്നു ചേരും. ഞാൻ മർത്യനല്ല, ഞാൻ ജനിമൃതികളില്ലാത്തതായ പരമാത്മാവ് തന്നെയാണ്, രാമൻ തന്നെയാണ്
എന്ന പ്രത്യക്ഷമായ അനുഭവമുണ്ടാകും. അങ്ങനെ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവനായ ആനന്ദസ്വരൂപനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് എവിടെയാണ് ദുഃഖം? ഒരു ദുഃഖവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പങ്ക്തികണ്ഠൻ തന്നെ കൊന്ന് ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ആ രാമൻ രാവണനെ കൊന്ന് 3 ലോകങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. രാമ സീതാ രഹസ്യം ഇതാണ് എന്നറിഞ്ഞുകൊള്ളുക. ആരാണോ ഈ രഹസ്യത്തെ ആമോദപൂർവകം ധ്യാനിപ്പത്, ആരാണോ സന്തോഷത്തോടുകൂടി ഈ രഹസ്യത്തെ ധ്യാനിക്കുന്നത്, രാമസീതാ രഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. രാമദേവനിൽ ഉറച്ച ഭക്തി ഉണ്ടാകും എന്ന് മാത്രമല്ല, സകല ദുഃഖങ്ങളും അവരെ വിട്ടു പിരിയും. ഒരിക്കലും അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. അതുകൊണ്ട് രാമനെക്കുറിച്ച് ദുഃഖിക്കാതെ, രാമനെ ചിന്തിച്ച് ദുഃഖിക്കാതെ, രാമൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ച് ദുഃഖിക്കാതെ നിങ്ങൾ രാമ 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 എന്ന് നിരന്തരം ജപിച്ചുകൊള്ളൂ. ഇങ്ങനെ വാമദേവന്റെ വാക്കുകൾ കേട്ടപ്പോഴേക്കും ആ ആളുകൾക്ക് തെല്ല് ഒരു ആശ്വാസമായി. അവർ രാമമന്ത്രം ജപിച്ചു തുടങ്ങി.